വിഴിഞ്ഞം തുറമുഖത്തെ ഐതിഹാസിക സമരത്തിന്റെ 100ാം ദിനത്തിൽ കടലും കരയും വളയാനൊരുങ്ങി തീരദേശ ജനത. സമരത്തിന്റെ തത്സമയ സംപ്രേഷണവുമായി ഷെക്കേന ന്യൂസും. ചരിത്രത്തിൽ ഇടം നേടുന്ന വിധത്തിൽ നാളെ 100ാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അശാസ്ത്രീയമായ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ തീരദേശ ജനത നടത്തുന്ന ഐതിഹാസികമായ പ്രതിരോധ സമരം. സമരം 100ാം ദിനത്തിലേക്ക് കടക്കുന്നതോടെ അതിശക്തമായ പ്രതിഷേധ സമരത്തിനാണ് നാളെ കടലും കരയും സാക്ഷിയാവുക. മുതലപ്പുഴയിൽ നിന്ന് കടൽ വഴി പോർട്ടിനടുത്തെത്തി പ്രതിഷേധിക്കുന്നതിനൊപ്പം മുല്ലൂരിലും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ബഹുജന കൺവെൻഷനുകളും നടത്താനാണ് സമരസമിതിയുടെ നീക്കം. കരയിലും കടലിലും ഒരേ സമയം സമരം നടത്തി 100ാം ദിനത്തിൽ സമരം കടുപ്പിക്കാനാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. പ്രക്ഷോഭം ഒത്തുതീർപ്പാക്കാൻ യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തീരദേശ ജനത പ്രതിഷേധം ശക്തമാക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനായി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രഹസന നടപടികൾ മാത്രമാണ് ഇതുവരെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വെറുതെ പേരിന് ചില മന്ത്രിസഭാ ഉപസമിതികൾ ഉണ്ടാക്കി പ്രഹസന ചർച്ചകൾ നടത്തി വിഷയം കൂടുതൽ വഷളാക്കുകയാണ് സർക്കാർ ഇതുവരെ ചെയ്തത് എന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പഠിക്കാൻ ഏകപക്ഷീയമായി സമിതിയെ നിയോഗിച്ചത് ഉൾപ്പെടെയുള്ള സർക്കാർ നീക്കങ്ങൾ അദാനി കമ്പനിയെ സഹായിക്കുന്നതായിരുന്നുവെന്നും സമരസമിതി കണക്കാക്കുന്നു. ജൂലൈ 20-ന് സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമരം ഓഗസ്റ്റ് 16-നാണ് മുല്ലൂരിലെ തുറമുഖ കവാടത്തിലേക്ക് മാറിയത്. പിന്നീട് കണ്ടത് കേരളം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള തീരദേശത്തിന്റെ ഇരമ്പുന്ന പ്രതിഷേധമായിരുന്നു. പ്രതിഷേധങ്ങളെ പ്രാദേശികവാദം ഇളക്കിവിട്ടുകൊണ്ട് ഇല്ലാതാക്കാനും തീരദേശ ജനതയെ വർഗീയമായി വിഭജിച്ച് തമ്മിൽ അടുപ്പിക്കാനും ഇതിനിടയിൽ ശ്രമങ്ങൾ നടത്തി. അതിൽ ഏറെ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങിയ കാര്യം ലത്തീൻ പുരോഹിതരെ അസഭ്യവാക്കുകൾ വിളിച്ച് ഒരു വിഭാഗം പേർ ഒക്ടോബർ 2ാം വാരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു. അത്തരം ഭീഷണികൾക്കും പ്രകോപനങ്ങൾക്കും മുന്നിൽ കീഴടങ്ങാതെയും പതറാതെയും തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ തീരദേശ ജനത ഇപ്പോഴും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ പിന്നോട്ടില്ല എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യേക സർക്കുലർ വഴി വിശ്വാസികളെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. അഞ്ചുതെങ്ങ്, പുതുക്കുറിച്ചി ഫൊറോനകളെയും പൊതുജനങ്ങളെയും സഹകരിപ്പിച്ചാണ് മുതലപ്പുഴയിൽ കടലിലും കരയിലും നാളെ സമരം സംഘടിപ്പിക്കുക. വലിയതുറ, കോവളം, പുല്ലുവിള ഫൊറോനകൾ മുള്ളൂർ കേന്ദ്രീകരിച്ച് കരസമരവും നടത്തുന്നു. ഇതിനോടകം 6 തവണ തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചു കഴിഞ്ഞു എന്നതിൽ നിന്ന് എത്ര ഗൗരവത്തോടെയാണ് കേരള സഭ ഈ സമരത്തെ കാണുന്നതെന്ന് ബോധ്യമാകും. വിഴിഞ്ഞം സമരത്തിന്റെ തുടക്കം മുതൽ തീരദേശ ജനതയ്ക്ക് ഒപ്പം നിന്ന ഷെക്കേന ന്യൂസ് നാളെ നടക്കുന്ന കടൽക്കര പ്രതിരോധ സമരം തത്സമയ സംപ്രേഷണം നടത്തി വിഴിഞ്ഞത്തെ തീരദേശ ജനതയുടെ അതിജീവന സമരത്തിന് കത്തോലിക്ക സഭയോടൊപ്പം ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്.